Today, our topic is Room Sensible Heat Factor RSHF. നമ്മൾ ഓൾറെഡി സൈക്കോമെട്രി പ്രോസസ്സിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞിരുന്നു. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റ്. ഇവിടെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം ടോട്ടൽ ഹീറ്റ്, അതായത് റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റ്. അതായത് നമ്മൾ സൈക്കോമെട്രി പ്രോസസ്സിൽ ജസ്റ്റ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു, ഇവിടെ അത് റൂമും കൂടെ ചേർക്കുന്നു. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻ്റ് ഹീറ്റ്. ഇനി എന്താണ് റൂം സെൻസിബിൾ ഹീറ്റ്, റൂം ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സൈക്കോമെട്രിക് ചാർട്ടാണ്. അതിൽ നമുക്ക് ആദ്യം 0.6, 0.S, ADP ഈ 3 പോയിൻ്റുകൾ ശ്രദ്ധിക്കാം. 0.6 എന്ന് പറയുന്നത് നമ്മുടെ റൂം ഇപ്പോൾ ഏത് കണ്ടീഷനിലാണോ ഡിസൈൻ ചെയ്ത് വെക്കേണ്ടത് അതാണ് 6 റെപ്രസെൻ്റ് ചെയ്യുക. മീൻസ് റൂമിലെ കണ്ടീഷൻസായ റൂം ഏത് ഡ്രൈബിൾ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ റൂമിലെ ഹ്യൂമിഡിറ്റി എത്ര വേണം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്ര വേണം, വെറ്റ് ബൾബ് എത്ര വേണം എന്ന് തുടങ്ങി ഡിസൈൻ ചെയ്യുന്നൊരു കണ്ടീഷനുണ്ട്. ഒരു കംഫർട്ട് പർപ്പസിന് വേണ്ടി നമ്മൾ റൂം ഡിസൈൻ ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ റൂം ഏത് കണ്ടീഷനിലാണോ ഇരിക്കുന്നത് അതാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക. 0.6 സൂചിപ്പിക്കുന്ന റൂമിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ 6 എന്ന് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ I എന്ന് വിളിക്കും, I എന്നൊക്കെ നമ്മൾ ആ ഒരു നൊട്ടേഷൻ കൊടുക്കും, കാരണം I മീൻസ് ഇൻഡോർ കണ്ടീഷൻ. ഓക്കെ, എനിവേ അപ്പോൾ ഈ 0.6 അല്ലെങ്കിൽ I എന്ന് നമ്മൾ പറയുന്നത് റൂം ഡിസൈൻ ചെയ്യുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ റൂം ഏത് കണ്ടീഷനിലാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുക. ഇനി എസ് എന്ന് പറയുന്നതാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ. അതായത് റൂം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു കണ്ടീഷനിലാണ്, R എന്ന കണ്ടീഷനിലാണ് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആ എയർ അതിൻ്റെ കണ്ടീഷനാണ് എസ്. ഓക്കെ, ഇനി ADP എന്ന് പറയുന്നത് നമ്മൾ കൂളിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ കൂളിംഗ് കോയിലിൻ്റെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറാണ് ADP. അപ്പോൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ അതിൻ്റെ കണ്ടീഷനാണ് എസ്, റൂം ഡിസൈൻ ചെയ്ത കണ്ടീഷനാണ് R. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം, ഈ എസ് എന്ന് പറയുന്നത് എസ്സിലെയും ആറിലെയും ഡ്രൈവബിൾ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ എസ്സിലെ ഡ്രൈവബിൾ ടെമ്പറേച്ചർ കുറവാണ് ആസ് കമ്പയർ ടു R. കാരണം നമുക്ക് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ട അതേ ടെമ്പറേച്ചറിലുള്ള എയർ വേണ്ട സപ്ലൈ ചെയ്യാൻ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ അതിനുള്ള ആൻസറാണ്, ഇപ്പോൾ റൂമിൽ ഹീറ്റ് ജനറേഷൻ ഉണ്ട്. ഇപ്പോൾ ഒക്യുപ്പൻസ് ഉണ്ടെങ്കിൽ ഒക്യുപ്പൻസിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഒക്യുപ്പൻസ് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ഹീറ്റ് ജനറേഷൻ കൂടുന്നു. ഇനി മാത്രമല്ല നമുക്ക് റൂമിൻ്റെ വാൾസ്, സീലിംഗ്, റൂഫ് ഇവിടെ നിന്നൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ വരാം. അതുപോലെ തന്നെ വിൻഡോയിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ വരാം. ഏതെങ്കിലും ഗ്ലാസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ വരാം. ഇനിയിപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ആണ്, ഇപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കയറുന്ന ഏതെങ്കിലും രീതിയിൽ എൻട്രൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ വരാം. ഇനി അതല്ല എയർ ഇപ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് എയർ പ്രൂഫായിട്ട് നമുക്കൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വെൻറ്റിലേഷൻ വഴി എയർ ലീക്കായി വരുമോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുമൂലം റൂമിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹീറ്റ് സോഴ്സുകളുണ്ട്, അതായത് റൂമിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്ന സോഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര എമൗണ്ട് ഹീറ്റാണോ റൂമിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഹീറ്റിനെ അപ്പം റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ സപ്ലൈ എയർ ഒരു ലോ ടെമ്പറേച്ചറിലുള്ളത് കൊടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൻ്റെ എക്സാമ്പിൾ പറയാൻ നേരത്ത്, നമ്മൾ ഫ്രിഡ്ജൊക്കെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ പറയാൻ നേരത്ത് ആ ഫ്രിഡ്ജ് നമ്മൾ കുറച്ച് നേരം ഓഫാക്കി വെച്ച്, കംപ്രസർ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, ആംബിയൻറ്റിൽ നിന്ന് എയർ ഫ്രിഡ്ജിനകത്തേക്ക് കയറുന്നു. അപ്പോൾ ആ എത്ര എമൗണ്ട് എയർ ആണോ ആംബിയൻറ്റിൽ നിന്ന് ഫ്രിഡ്ജിനകത്തേക്ക് കയറുന്നത് അത്രയും എമൗണ്ട് എയറിനെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫ്രിഡ്ജിനകത്തെ സ്പേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലൈമറ്റിലേക്ക് എത്താൻ സാധിക്കൂ. ഇതുപോലെ തന്നെ നമ്മളൊരു നമുക്കൊരു പർട്ടിക്കുലർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ആ റൂമിലേക്ക് ഹീറ്റ് വരാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. മേ ബി അതിനകത്ത് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, അതുപോലെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടർ ഹീറ്റ് ആകും, അതുപോലെ തന്നെ
മോട്ടറിൻ്റെ ഹീറ്റ് വരാം, അതുപോലെ തന്നെ ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതുമൂലം ഹീറ്റ് ഉണ്ടാകാം, ഒക്യുപ്പൻസിൻ്റെ ഹീറ്റ് ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് ഹീറ്റ് ആ റൂമിനകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ റൂമിനകത്ത് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് റൂമിലേക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് റൂം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സപ്ലൈ കണ്ടീഷനാണ്. റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനാണ് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുക. ഇനി റൂം ഡിസൈൻ ചെയ്ത കണ്ടീഷനാണ് ഈ ആർ എന്ന പോയിൻ്റ് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുക. ഇനി ഈ ആർ എന്ന പോയിന്റിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതുപോലെ തന്നെ എസ് എന്ന പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അത് രണ്ടും മീറ്റ് ചെയ്തു. ഇനി ഇതാണ് റൂം ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇതാണ്, അതായത് ഈ പോയിന്റിലെ എൻതാൽപ്പി മൈനസ് ഈ പോയിന്റിലെ എൻതാൽപ്പി ചെയ്താൽ എന്താണോ ആ ഡിഫറൻസ്, എൻതാൽപ്പി ഡിഫറൻസ് എന്താണോ അതാണ് റൂം ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ എൻതാൽപ്പി മൈനസ് ഈ എസ് എന്ന പോയിന്റിലെ എൻതാൽപ്പിയാണ് റൂം സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ അതാണ് ഈ റൂം സെൻസിബിൾ ഹീറ്റും റൂം ലേറ്റൻ്റ് ഹീറ്റും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂം ലേറ്റൻ്റ് ഹീറ്റും റൂം സെൻസിബിൾ ഹീറ്റും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാണാം? റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണാം. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ മീൻസ് റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലേറ്റൻ്റ് ഹീറ്റ്. അപ്പോൾ ഈ ലൈൻ, അതായത് റൂമിൻ്റെ ഡിസൈൻ ചെയ്ത കണ്ടീഷനും ഈ സപ്ലൈ കണ്ടീഷനും ചേർത്ത് വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലൈനാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. ഇനി ഇവിടെ S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ഇനി നമ്മൾ സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ S1 ആണ് എന്ന് കരുതുക. അതായത് നമ്മൾ ആദ്യം സപ്ലൈ ചെയ്തത് S ആണ്, അതിനുശേഷം നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ മാറ്റി അത് S1 ആക്കി എന്ന് കരുതുക. S1ൻ്റെ പ്രത്യേകത എന്താ? എസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുതലാണ്, എൻതാൽപ്പി കൂടുതലാണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇനി S2 എടുത്താലോ കുറച്ചും കൂടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ മറ്റ് പാരാമീറ്റേഴ്സും കൂടുതലാണ്. അതുപോലെയാണ് S3യും S4ഉം. അപ്പോൾ S ആണ് ഏറ്റവും കുറവ് ടെമ്പറേച്ചറിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇരിക്കുക. അപ്പോൾ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് S ആണെങ്കിൽ അതിനുശേഷം നമ്മൾ S1 സപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ S1 എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയർ ആണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ റൂം ഈ ഒരു കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കൂടുതൽ മാസ് സപ്ലൈ ചെയ്യണം ആസ് കമ്പയർ ടു S. ഒന്നുകൂടെ പറയാം, നമ്മൾ ആദ്യം S എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ സപ്ലൈ ചെയ്തുകൊണ്ട് റൂമിനെ ഈ റൂം കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് മാസാണ്, എസ് കണ്ടീഷനിലുള്ള മാസാണ് സപ്ലൈ ചെയ്തത്. വേണമെങ്കിൽ MS എന്ന് വേണമെങ്കിൽ കരുതിക്കോ. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും റൂമിലേക്ക് സപ്ലൈ ചെയ്തത് S1 കണ്ടീഷനിലുള്ള എയർ ആണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കരുതുക. അങ്ങനെ S1 കണ്ടീഷനിലുള്ള എയർ സപ്ലൈ ചെയ്ത് റൂമിനെ ഈ ഒരു കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ S1 കണ്ടീഷനുള്ള എയർ സപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത മാസ് MS1 ആണ്. അപ്പോൾ ഈ MS സപ്ലൈ ചെയ്തപ്പോഴും റൂം നമ്മൾ സെറ്റ് ചെയ്ത കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. MS1 സപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് റൂം സെറ്റ് ചെയ്ത കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഈ MS-ഉം MS1 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? MS1 കൂടുതലാണ്. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് എയർ സപ്ലൈ ചെയ്താൽ മതി. കാരണം അതിനെ സംബന്ധിച്ച് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് അതിന് കൂടുതൽ എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മൾ S1 എടുക്കുകയാണെങ്കിൽ അതിന് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കൂടുതൽ എമൗണ്ട് മാസ്, അതായത് S1 എന്ന കണ്ടീഷനിലുള്ള കൂടുതൽ എമൗണ്ട് മാസ് റൂമിലേക്ക് സപ്ലൈ ചെയ്താലേ നമുക്ക് റൂം ഡിസൈൻ ചെയ്ത കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. ഇനി ഇതുപോലെയാണ് S2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മാസ് നമ്മൾ സപ്ലൈ ചെയ്യണം. S3 ആകുമ്പോൾ കുറേയും കൂടെ മാസ് സപ്ലൈ ചെയ്യണം. S4 എന്ന് പറയുമ്പം എഗെയിൻ കൂടുതൽ മാസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാസ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത് S4 എന്ന കേസാണ്. അപ്പോൾ S4 കണ്ടീഷനിലുള്ള എയർ ആണ് നമ്മൾ റൂമിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് മാസ് സപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് റൂം ഈ ഡിസൈൻ ചെയ്ത കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ.
അതേസമയം എസ് എന്ന കണ്ടീഷനിലുള്ള എയർ ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് മാസ് റൂമിലേക്ക് സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ തന്നെ റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കണ്ടീഷനിലേക്ക് മാറും. അപ്പോൾ ഈ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈനിൽ ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് സപ്ലൈ കണ്ടീഷനായിട്ട് എടുക്കാം. അതായത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനായിട്ട് എടുക്കാം. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ആ സപ്ലൈ കണ്ടീഷൻ്റെ ടെമ്പറേച്ചർ, ഡയബിൾ ടെമ്പറേച്ചർ കൂടുന്തോറും നമ്മൾ എമൗണ്ട് റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട ആ സപ്ലൈ എയറിൻ്റെ മാസും കൂടും. ഓക്കെ, അപ്പോൾ അതാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും റൂം RSHF ലൈനും. The conditioned air supplied to the room must have the capacity to take up simultaneously both the room sensible heat and room latent heat. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സപ്ലൈ ചെയ്യുന്ന എയർ എന്തുമാത്രം ഹീറ്റ് എടുക്കുന്നത്? റൂം സെൻസിബിൾ ഹീറ്റിനെ അത് റിമൂവ് ചെയ്യുന്നുണ്ട്. റൂം ലേറ്റൻറ്റ് ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റൂമിനെ R എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ റൂമിനകത്ത് എന്തുമാത്രം ഹീറ്റ് സോഴ്സുകളുണ്ടോ ആ ഹീറ്റ് സോഴ്സുകളിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ സപ്ലൈ ചെയ്യുന്ന എയർ റിമൂവ് ചെയ്തുകൊണ്ട് റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ എസ് എന്ന് പറഞ്ഞ എയർ രണ്ട് ഹീറ്റുകളെയാണ് റിമൂവ് ചെയ്യുന്നത്, റൂം ലേറ്റൻറ്റ് ഹീറ്റും റൂം സെൻസിബിൾ ഹീറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ വിൻഡോയിൽ നിന്ന് സൺലൈറ്റ് വഴി റൂമിലേക്ക് എയറല്ല ഹീറ്റ് റൂമിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹീറ്റിനെ സെൻസിബിൾ ഹീറ്റിൽ പെടുത്തും. ഇനി അതുപോലെ തന്നെ ഹ്യൂമൻസ് വേർക്കുന്നു, അപ്പോൾ അതുമൂലം ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റിൽ പെടുത്തും. അപ്പോൾ നമുക്ക് ഈ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ ഈ സപ്ലൈ ചെയ്യുന്ന എയർ രണ്ട് ഹീറ്റുകളെ റിമൂവ് ചെയ്യണം. ലേറ്റൻറ്റ് ഹീറ്റിനെയും റിമൂവ് ചെയ്യണം, സെൻസിബിൾ ഹീറ്റിനെയും റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റിനെയും റിമൂവ് ചെയ്യണം. അങ്ങനെ ഈ രണ്ട് ഹീറ്റുകളെയും റിമൂവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റൂമിനെ നമ്മൾ സെറ്റ് ചെയ്ത കണ്ടീഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് ആ വാക്ക് പറയുന്നത്. ദ കണ്ടീഷൻഡ് എയർ സപ്ലൈഡ് ടു ദ റൂം മസ്റ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു ടേക്ക് അപ്പ് സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ റൂം സെൻസിബിൾ ഹീറ്റ് ആൻഡ് റൂം ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ്സ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് ലോഡും ലേറ്റൻറ്റ് ഹീറ്റ് ലോഡും ഒരുപോലെ എടുത്ത് റിമൂവ് ചെയ്യാൻ തക്ക കപ്പാസിറ്റി ഉണ്ടാകണം നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയറിന്. അങ്ങനെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റൂം ടെമ്പറേച്ചർ നമ്മൾ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും എബോവ് ആയി പോകും. ദ പോയിന്റ് എസ് ഓൺ ദ സൈക്കോമെട്രിക് ചാർട്ട് represents the supply air condition and the point R represents the required final condition in the room, that is room design condition. The line SR is called the room sensible heat factor line or RSHF line. അപ്പോൾ സപ്ലൈ കണ്ടീഷനും അതുപോലെ തന്നെ റൂം ഡിസൈൻ ചെയ്ത കണ്ടീഷനും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ലൈനെ വിളിക്കുന്ന പേരാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. ഇനി ദ സ്ലോപ്പ് ഓഫ് ദ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ ഗിവ്സ് ദ റേഷ്യോ ഓഫ് ദ റൂം സെൻസിബിൾ ഹീറ്റ് ടു ദ റൂം ലേറ്റൻറ്റ് ഹീറ്റ്. അതായത് നമുക്ക് ഈ എസ് മാറും നമ്മൾ ലൈൻ ജോയിൻ ചെയ്തു. അതിൽ ഈ കാണുന്നതാണ് റൂം ലേറ്റൻറ്റ് ഹീറ്റ്, ഈ കാണുന്നതാണ് റൂം സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റും റൂം ലേറ്റൻറ്റ് ഹീറ്റും എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു RSHF ലൈൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ അതാണ് സ്ലോപ്പ് ഓഫ് ദ RSHF ലൈൻ ഗീവ്സ് ദ റേഷ്യോ ഓഫ് ദ റൂം സെൻസിബിൾ ഹീറ്റ് ആൻഡ് റൂം ലേറ്റൻറ്റ് ഹീറ്റ്. ഇനി ദ സപ്ലൈ എയർ ഹാവിങ് ഇറ്റ്സ് കണ്ടീഷൻ ഗിവൺ ബൈ എനി പോയിന്റ് ഓൺ ഇറ്റ്സ് ലൈൻ വിൽ സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഈ RSHF ലൈൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ലൈനിലുള്ള ഏത് പോയിന്റുകൾ എടുത്താലും ആ പോയിന്റ്, ഇപ്പം നമ്മൾ S1 എന്ന പോയിന്റ് എടുക്കുന്നു, ഈ പോയിന്റ് കണ്ടീഷനിലുള്ള എയർ സപ്ലൈ ചെയ്യാതും നമുക്ക് റൂമിനെ നമ്മൾ സെറ്റ് ചെയ്ത ഡിസൈൻ കണ്ടീഷനിലേക്ക് എത്താൻ പറ്റും. S2 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ ആണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിലും നമുക്ക് റൂമിനെ നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ S3 ആയാലും S4 ആയാലും. അപ്പോൾ ഈ RSHF ലൈനിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് സപ്ലൈ കണ്ടീഷനായിട്ട് എടുക്കാം. പക്ഷെ ഓർക്കേണ്ട കാര്യം, ആ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള ഒരു സപ്ലൈ കണ്ടീഷനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട മാസ് കുറവായിരിക്കും. അതേസമയം
ആ ടെമ്പറേച്ചർ കൂടുന്തോറും ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട മാസും കൂടുന്നു. അപ്പോൾ അതാണ് ആ പോയിന്റ് പറയുന്നത്. സപ്ലൈ എയർ ഹാവിങ് ഇറ്റ്സ് കണ്ടീഷൻ ഗിവൺ ബൈ എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ RSHF ലൈനിലെ ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് സപ്ലൈ കണ്ടീഷനായിട്ട് എടുക്കാം. വിൽ സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ റൂം വിത്ത് അഡീക്വേറ്റ് സപ്ലൈ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് RSHF ലൈനിലെ ഏത് പോയിന്റ് വേണമെങ്കിലും സപ്ലൈ കണ്ടീഷനായിട്ട് എടുക്കാം. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പോയിന്റുകൾ എന്ന് പറയുന്ന അതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുന്തോറും നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യേണ്ട മാസും കൂടും. അപ്പോൾ അതാണ് ഈ പറയുന്ന അടുത്ത പോയിന്റ്. ദ സപ്ലൈ എയർ ഹാവിങ് കണ്ടീഷൻസ് മാർക്ക്ഡ് ബൈ പോയിന്റ്സ് S1, S2, S3, S4 etc. will satisfy the requirement, but the quantity of air supplied will be different for different supply air points. The supply condition at S requires minimum air and at point S4 it is maximum of all the 4 points. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റുകളിൽ എസ് എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ ആണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം എയർ മതി. അതേസമയം S4 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ ആണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്താൽ മാത്രമേ റൂം നമുക്ക് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് ആ പോയിന്റ്. ഇനി നമുക്ക് പ്രോബ്ലംസിൽ വളരെ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോവുക. അതായത് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടൊക്കെ പറയാൻ നേരത്ത് പറഞ്ഞിരുന്നു. ആ സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നൊരു സ്കെയിലുണ്ട്. നമ്മൾ ആ സ്കെയിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എയർ കണ്ടീഷനിങ്ങിലാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അറിയാം. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. റൂം എങ്ങനെയാണ്, റൂമിൻ്റെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ റൂം ഡിസൈൻ ചെയ്ത് വെക്കേണ്ട കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. മീൻസ് റൂമിൽ വേണ്ട ഡ്രൈ ബൾബ് എത്രയാണ്, വെറ്റ് ബൾബ് എത്രയാണ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം ഡിസൈൻ കണ്ടീഷൻ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ആ വാല്യൂ എത്രയാണ്, റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാമെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ നമുക്ക് RSHF ലൈൻ വരയ്ക്കണം. അതിനുള്ള മാർഗമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിലുണ്ട്. അപ്പോൾ നമുക്ക് RSHF വാല്യൂ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് എന്ന് കരുതുക. ആ വാല്യൂ ഇപ്പോൾ എക്സാമ്പിളായിട്ട് A ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ Aന്ന് അലൈൻമെൻറ്റ് സർക്കിൾ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനെയാണ് ബേസ് ലൈൻ എന്ന് വിളിക്കുക. ഈ അലൈൻമെൻറ്റ് സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അലൈൻമെൻറ്റ് സർക്കിളിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 50%ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിൻ്റാണ് അലൈൻമെൻറ്റ് സർക്കിൾ. അപ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ നമ്മൾ സ്കെയിലിൽ ആ വാല്യൂ എവിടെയാണെന്ന് നോക്കുന്നു. ദെൻ ആ പോയിൻറ്റും ദെൻ അലൈൻമെൻറ്റ് സർക്കിൾ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂ എത്രയാണോ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ആ വാല്യൂവും അതുപോലെ തന്നെ അലൈൻമെൻറ്റ് സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ആ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൂം ഏതാണ് കണ്ടീഷനിലാണോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം കണ്ടീഷൻ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഈ റൂം കണ്ടീഷൻ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ബേസ് ലൈന് പാരലായിരിക്കണം. അപ്പോൾ ബേസ് ലൈന് പാരലായിക്കൊണ്ട് ഈ R എന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വന്ന് ഈ സാച്ചുറേഷൻ കർവിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈനാണ് RSHF ലൈൻ. അപ്പോൾ ഇവിടെയും നമുക്ക് സപ്ലൈ കണ്ടീഷൻ അറിയില്ല. ഈ RSHF ലൈനിലെ ഏത് പോയിന്റ് വേണമെങ്കിലും സപ്ലൈ കണ്ടീഷൻ ആകാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് RSHF ലൈൻ ഡ്രോൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ചില പ്രോബ്ലത്തിൽ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ തരും. അതോടൊപ്പം തന്നെ റൂം ഏത് കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തരും. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ RSHF ലൈൻ വരയ്ക്കാൻ സാധിക്കും. അപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ
നമുക്ക് സപ്ലൈ കണ്ടീഷൻ അറിയില്ല. ഇനി ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുകയാണ്, ഓക്കെ സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ഒരു ഇന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അറിയാം. സോ ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് ഈ RSHF ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് സപ്ലൈ കണ്ടീഷൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇത്തരത്തിൽ ഈ RSHF ലൈൻ വരയ്ക്കാം. ഈ RSHF ലൈനിൽ ഏത് പോയിൻ്റ് വേണമെങ്കിലും സപ്ലൈ കണ്ടീഷൻ ആകാം. സപ്ലൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ. റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂം ഈ ഒരു എന്ന് പറയുന്ന കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി സപ്ലൈ ചെയ്യുന്ന എയർ ഈ RSHF ലൈനിൽ ഏത് പോയിൻ്റ് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ RSHF ലൈൻ വരയ്ക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ആ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ സപ്ലൈ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ RSHF ലൈനിൽ മാർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെൻ ദ സപ്ലൈ എയർ കണ്ടീഷൻസ് ആർ നോട്ട് നോൺ, the room sensible heat factor line may be drawn from the calculated value of room sensible heat factor. അതായത് നമുക്ക് സപ്ലൈ കണ്ടീഷൻ തന്നിട്ടില്ല. സപ്ലൈ കണ്ടീഷൻ തരാത്ത കേസിൽ റൂം കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് RSHF ലൈൻ വരയ്ക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ റൂം ഡിസൈൻ ചെയ്ത കണ്ടീഷനും അതോടൊപ്പം തന്നെ RSHF വാല്യൂവും തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് RSHF ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യം മാർക്ക് പോയിൻ്റ് എ ഓൺ ദ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിൽ. ദെൻ അതിനുശേഷം നമ്മൾ ജോയിൻ എ വിത്ത് ദ അലൈൻമെൻറ്റ് സർക്കിൾ. അലൈൻമെൻറ്റ് സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 26 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള പോയിൻ്റാണ്. ആ പോയിൻ്റാണ് അലൈൻമെൻറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എയും ഈ അലൈൻമെൻറ്റ് സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ആ ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് വിളിക്കുക. The line AB is called baseline. Then mark point R on the psychometric chart to represent the room design condition. അപ്പോൾ നമുക്ക് റൂം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണോ അത് പോയിൻ്റ് R ആക്കി നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നു. ദെൻ ത്രൂ പോയിൻ്റ് R ഡ്രോ എ ലൈൻ R ഡാഷ്. ഈ കാണുന്ന R ഡാഷ് എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ RSHF ലൈൻ. ആ ലൈൻ വരയ്ക്കുന്നതിൽ പ്രത്യേകതയുണ്ട്. എന്താണ്? Draw a line R dash parallel to the baseline AB. Okay, then this line is the required room sensible heat factor line. Then ഈ R dash എന്ന് പറയുന്ന ലൈനാണ് നമ്മുടെ RSHF ലൈൻ. ഇനി ആ RSHF ലൈനിൽ ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് സപ്ലൈ കണ്ടീഷൻസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന എയറിന് ഇന്ന ഡ്രൈ ബൾബ് വേണം, അത് ഇന്ന വെറ്റ് ബൾബ് വേണം എന്ന് പറഞ്ഞ് ഒരു പാരാമീറ്ററെ തരുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് ആ സപ്ലൈ കണ്ടീഷൻ നമുക്ക് ഈ രീതിയിൽ അല്ലാതെ നമുക്ക് സപ്ലൈ കണ്ടീഷൻ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം, സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ നമുക്ക് ഒരു പാരാമീറ്റർ, ഒന്നുകിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയോ തരാതെ നമുക്ക് ആ സപ്ലൈ കണ്ടീഷൻ മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ രീതിയിൽ നമുക്ക് RSHF ലൈൻ വരയ്ക്കാൻ സാധിക്കുന്നു. സോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് കൊണ്ട് അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അത് ഈ RSHF ലൈനിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും സപ്ലൈ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു സപ്ലൈ കണ്ടീഷൻ ഒരു പാരാമീറ്റർ തന്നാലും നമുക്ക് ഈ രീതിയിൽ RSHF വാല്യൂ തന്നാൽ നമുക്ക് ഈ രീതിയിൽ ആ സപ്ലൈ കണ്ടീഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇനി കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് അതെവിടെയാണ് സംഭവിക്കുന്നത്? സമ്മർ എയർ കണ്ടീഷനിങ്. നമ്മളിനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് മുഴുവൻ സമ്മർ എയർ കണ്ടീഷനിങ് ആയിരിക്കും. സോ അവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും ആയിരിക്കും. ഇൻ എ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ intersects the saturation curve is called the apparatus dew point ADP. അപ്പോൾ ഈ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈന് നമുക്ക് ഇതുണ്ടോ, ഈ നമ്മൾ ആദ്യം കാണിച്ച പോലെ ഈ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈന് ഈ സാറ്റുറേഷൻ കർവിൽ വന്ന് മുട്ടുന്ന ഈ പോയിൻ്റാണ് നമ്മൾ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ എ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ ഇന്റർസെക്ട്സ് ദ സാച്ചുറേഷൻ കർവ് ഈസ് കോൾഡ് ദ
റൂം അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ADP. നമ്മൾ ഓൾറെഡി അത് സൈക്കോമെട്രി പ്രോസസ്സായ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. നമ്മൾ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്ന ആ പോയിൻ്റാണ് ADP എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തതാണ് ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്ക് നോക്കാം. താങ്ക് യു.